കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ IBPS ക്ലിക്കിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും പിന്നെ കുറച്ച് സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതിനകത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് ലാസ്റ്റ് August 21 ആണ്. പ്രീ എക്സാം ഒക്ടോബർ, മെയിൻ എക്സാം ഡിസംബർ. ഇനി ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് സാലറി സ്കെയിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഈ സാലറി സ്കെയിൽ എങ്ങനെ വായിക്കേണ്ടതെന്നാണ്. ഈ സ്കെയില് നമ്മുടെ ബേസിക് പേ മാത്രം ഇതിൽ പറയുന്നുള്ളേ. ബാക്കി അലവൻസിനെ പറ്റി ഇതിനകത്ത് എഴുതിയിട്ടില്ല. അലവൻസിനും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഇൻഹാൻഡ് സാലറി വരിക. ഇതെങ്ങനെ വായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24,050 രൂപയാണ് നിങ്ങൾ കയറുന്നവരുടെ ബേസിക്. ഇനി ഈ 3 എന്ന് എഴുതിയേക്കുന്നുണ്ടോ, അതായത് ആദ്യത്തെ 3 വർഷം നിങ്ങൾക്ക് ഇയർലി ഇൻക്രിമെൻ്റ് ഉണ്ടാവും. 1340 രൂപ വെച്ച് ഓരോ വർഷം നിങ്ങൾക്ക് ബേസിക് പേയിൽ ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ 3 വർഷം ഇൻക്രിമെൻ്റ് ആഡായി കഴിയുമ്പോൾ ബേസിക് എത്രയായിട്ട് മാറും? 28,070. അതിന് ശേഷമുള്ള അടുത്ത 3 മാസത്തിൽ ഓരോ വർഷവും 1650 വെച്ച് നിങ്ങളുടെ ബേസിക് പേ ഇൻക്രീസ് ആവും. ഇയർലി ആണ് ഇൻക്രീസ് ആവുന്നത്, ഇയർലി ഇൻക്രീസ്. അങ്ങനെ ടോട്ടൽ 6 വർഷം കഴിയുമ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ബേസിക്ക്. പിന്നെയുള്ള ഓരോ 4 വർഷവും ഇയർലി ഇൻക്രീസ് 2000 രൂപ വെച്ച്. ഓക്കെ, അങ്ങനെ 4 വർഷം കഴിയുമ്പോൾ ബേസിക് പേ 41,000 രൂപയായി മാറും. ഓക്കെ, ഇങ്ങനെയാണ് ബേസിക് പേയിൽ ഇൻക്രീസ് വരുന്നത്. പ്ലസ് നിങ്ങളുടെ അലവൻസുകൾ, ഡിയർനെസ് അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടും. അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഇൻഹാൻഡ് കയറുമ്പോൾ തന്നെ ഇൻഹാൻഡ് സാലറി അറൗണ്ട് ഒരു 40-45 ഇടയ്ക്ക് ആ ഒരു റേഞ്ചാണെന്നാണ് നമ്മുടെ അനുമാനം. കറക്റ്റ് എത്രയാണ് നിങ്ങൾ സെലക്ട് ആയി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി എലിജിബിലിറ്റി എന്ന് പറയുന്നത് എനി ഡിഗ്രി, ഓക്കെ, സിറ്റിസൺ ഓഫ് ഇന്ത്യ, സബ്ജക്റ്റ് ഓഫ് നേപ്പാൾ, സബ്ജക്റ്റ് ഓഫ് ഭൂട്ടാൻ. ഓക്കെ, അതിനെപ്പറ്റി അതിന് മുമ്പ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയാൽ മതി. പിന്നെ എടുത്ത് പറയേണ്ട ഏജ് ലിമിറ്റാണ് 20 ഇയേഴ്സ്, മാക്സിമം 28 ഇയേഴ്സ്. ഓക്കെ, ഇനി അപ്പർ ഏജ് ലിമിറ്റ് ഇവിടെ കിടപ്പുണ്ട്, അത് നോക്കുക. ഇനി അടുത്തായിട്ട് എടുത്ത് പറയാനുള്ളത്, നോട്ടിഫിക്കേഷൻ പ്രോപ്പറായിട്ട് എല്ലാവരും വായിക്കണേ. ഞാൻ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ എടുത്ത് പറയുന്നുള്ളൂ. ആപ്ലിക്കേഷൻ ഫീ SC/ST, PWBD, എക്സ് സർവീസ്, DSM, ഡിസേബിൾഡ് എക്സ് സർവീസ്, ഇവർക്കെല്ലാം ഫീസ് 175. ബാക്കി എല്ലാവർക്കും 850 ആണ് ഫീസ്. പ്രോസസ്സ് ഒരു പ്രിലിംസ്, ഒരു മെയിൻസ്. ഇനി നമ്മൾ ഈ നേറ്റീവ് ലാംഗ്വേജ് പഠിച്ചിട്ടില്ലാത്ത സ്റ്റേറ്റിലാണ് പോകുന്നതെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, പ്രിലിംസിന് ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് 35 കഴിഞ്ഞ വർഷം പോലെ തന്നെ 100 മാർക്ക് 60 മിനിറ്റ്. ഓക്കെ, ഇതിൽ കട്ട് ഓഫ് വരുന്ന എനിക്ക് IBPS ക്ലർക്ക് ഒരു 85 എബോവ് എങ്ങാണ്ടാന്ന് തോന്നുന്നു. IBPS ക്ലർക്ക് കട്ട് ഓഫ് വരുന്ന ഒരു 85 അറൗണ്ട് മേളിൽ ഏതാണ്ട് കട്ട് ഓഫ് വരും. അതൊക്കെ നമുക്ക് നോക്കാം. ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വരുന്നൊരു എക്സാമാണ് IBPS ക്ലർക്ക്. ഇനി മെയിൻ എക്സാം GA, ഇംഗ്ലീഷ്, റീസണിങ്, ക്വാണ്ട്, കമ്പ്യൂട്ടറൊന്നുമില്ല. GA 40 ദിവസത്തിന് 50 മാർക്ക്, ഇംഗ്ലീഷ് 40, റീസണിങ് 40-60, മാത്സ് 40-50, അങ്ങനെ മൊത്തം 160 ദിവസത്തിന് 200 മാർക്കാണ്. ഈ 200-നെ അവർ കട്ട് ചെയ്ത് 100-ലോട്ട് റൗണ്ട് ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ കട്ട് ഓഫ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അറൗണ്ട് ഒരു ഔട്ട് ഓഫ് 100 ഒരു 60 അറൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ കട്ട് ഓഫ് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, കഴിഞ്ഞ വർഷം കേരള RRB കട്ട് ഓഫ് എനിക്ക് തോന്നുന്നത് ഒരു 57 സംതിങ് കണ്ടായിരുന്നു തോന്നുന്നു. 55 to 60 ഇടയ്ക്കാണ് ഔട്ട് ഓഫ് 100 കട്ട് ഓഫ്. അപ്പോൾ അതിൻ്റെ ഡബിൾ നിങ്ങൾ എക്സാമിന് സ്കോർ ചെയ്യണം. ഓക്കെ, പിന്നെ എടുത്ത് പറയാനുള്ളത് നോക്കി നമ്മുടെ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ കാര്യമാണ്. നമ്മൾ നേറ്റീവ് ലാംഗ്വേജ് നമ്മൾ പഠിക്കാത്ത സ്റ്റേറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇത് 100-100-ലോട്ട് റൗണ്ട് ചെയ്തിട്ടാണ് ഒരു കട്ട് ഓഫ് റിസൾട്ടിനകത്ത് എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, ഒന്നുമില്ല, ഡിവൈഡഡ് ബൈ 2, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അത്രയും തന്നെ, പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും എടുത്ത് പറയാനായിട്ടില്ല. ബാക്കിയെല്ലാം കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ.
ഇനി നമുക്ക് അടുത്തുള്ള വേക്കൻസിയാണ്. വേക്കൻസി ഇപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ വന്നേക്കുന്നതുകൊണ്ടും നമുക്ക് എളുപ്പം കൊടുക്കാം. EFGHIJK ഇത് കൊടുക്കുന്നത് കേരളത്തിലെ വേക്കൻസി. ഈ വേക്കൻസീസ് ഇനി കൂടും കേട്ടോ. ഓക്കെ, കേരളത്തിൽ ടോട്ടൽ 108, അതിനകത്ത് SC 9, ST വേക്കൻസി ഇല്ല, OBC 29, EWS 8, UR 62, അങ്ങനെ മൊത്തം 108 വേക്കൻസിയാണുള്ളത്. ഇനി നമ്മുടെ നെയ്ബറിങ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ, തമിഴ്നാട്ടിലെ വേക്കൻസികൾ നോക്ക്. 213 വേക്കൻസി ഉണ്ട്. OBC SC 137, UR 262, ടോട്ടൽ 675 വേക്കൻസി ഉണ്ട് തമിഴ്നാട്. ഇനി തൊട്ട് മേളിൽ കിടക്കുന്ന കർണാടക നോക്കാം നമുക്ക്. നിങ്ങൾക്കൊരു പരിപാടി ഞാൻ പറഞ്ഞുതരാവേ. FGHIJK കർണാടകത്തിലെ വേക്കൻസി നോക്ക്. 1400 വേക്കൻസി ഉണ്ട് കർണാടക. ഓക്കെ, പക്ഷേ ലാംഗ്വേജ് അറിയണം, എന്നാലേ നമുക്ക് സെലക്ട് ആവുള്ളൂ. നമുക്ക് UR 657, OBC 386. നിങ്ങൾക്ക് സംഭവം എന്താ മനസ്സിലായോ? ഇവിടെ നിന്ന് കേരളത്തിൽ വേക്കൻസി കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും എക്സാം എഴുതി സെലക്ട് ആവും. എന്നിട്ട് 3 വർഷം കഴിയുമ്പോൾ ട്രാൻസ്ഫർ മേടിച്ചിട്ട് ഇങ്ങോട്ട് വരും. അതാണ് പരിപാടി. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ വേക്കൻസി കുറയുന്നത്. ഓക്കെ, അപ്പോൾ എവിടെ അപ്ലൈ ചെയ്യണമെന്നുള്ള എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. കേരളത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ കട്ട് ഓഫ്, കോമ്പറ്റീഷൻ കാര്യങ്ങളെല്ലാം കൂടുതലായിരിക്കും. ആ സ്റ്റേറ്റുകളിൽ കോമ്പറ്റീഷൻ ഇല്ലയെന്നല്ലാട്ടോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം കേരളത്തിലെ കട്ട് ഓഫ് എടുക്കുക, കഴിഞ്ഞ വർഷത്തിലെ കേരളത്തിലെ വേക്കൻസിയും കേരളത്തിലെ കട്ട് ഓഫ് നിങ്ങൾ എടുക്കുക. അതിനേക്കാളും മണ്ടയ്ക്ക് സ്കോർ ചെയ്യാൻ പാകത്തിന് പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് എഴുതി കയറുക. അതാണ് പരിപാടി. അതായത് കട്ട് ഓഫ് കൂടുതലാണ് അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത് അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ എഴുതുന്ന സ്റ്റേറ്റിലെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. പ്രിലിംസ് എക്സാം നല്ല എളുപ്പമായിരിക്കും. 90ൻ്റെ മേളിൽ അറ്റംപ്റ്റ് ചെയ്യണം. ഒരു 95-ന് മേളിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് വരണം എക്സാമിന് മുമ്പ്. ഒരു 95-നടുത്ത് അറ്റംപ്റ്റ് ചെയ്തിട്ട് വരിക. നല്ല ആക്യുറസിയിൽ, മാക്സിമം ആക്യുറസിയിൽ ചെയ്തിട്ട് വരിക. കട്ട് ഓഫ് എനിക്ക് തോന്നുന്നു ഒരു 85 മേളിൽ +/- അങ്ങനെ കിടക്കുന്നതാണ് ഒരു അനുമാനം. ഓക്കെ ഓക്കെ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ മെയിൻസിൻ്റെ പരിപാടികൾ നോക്കുക. മെയിൻസിൻ്റെ മോക്ക് എക്സാമുകൾ ചെയ്യുക. മോക്ക് എക്സാമുകളിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, റീസണിങ് ക്വാണ്ട് സെറ്റാവണമെങ്കിൽ നിങ്ങളുടെ അരിത്തമെറ്റിക് സ്കില്ല് കിടിലമായിരിക്കണം, DAയുടെ സ്കില്ല് കിടിലമായിരിക്കണം. അത് രണ്ടും കിടിലമാണെങ്കിൽ തന്നെ അത്യാവശ്യം മാർക്ക് അതിൽ സ്കോറായി. റീസണിങ്ങിൽ വരുമ്പോൾ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നിങ്ങൾ കിടിലമായിരിക്കണം. മാക്സിമം ക്വസ്റ്റ്യൻസ് അതിൽ നിന്നാണ് വരാൻ പോകുന്നത്. പിന്നെ മെഷീൻ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്ന് ഒരു സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ക്രിട്ടിക്കൽ റീസണിംഗ് ഇല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെൻറ്റ് അസംഷൻ, അതിൽ നിങ്ങൾ കിടിലമായിരിക്കണം. അതിൽ നിന്ന് കണ്ടമാനം മാർക്ക് കിട്ടും. ഓക്കെ, അത്രയാണ് റീസണിങ്ങിൽ നിന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട പരിപാടികൾ. പിന്നെ ബാക്കി ടോപ്പിക്കുകളുണ്ട്. സില്ലോയിസം, റിവേഴ്സ് സില്ലോയിസം, ഇന്നിക്വാളിറ്റി, കോർഡർ ഇന്നിക്വാളിറ്റി, കോർഡർ ഡയറക്ഷൻ എല്ലാം കണ്ടത് കാണും. കാരണം ഇത്രയും ക്വസ്റ്റ്യൻ ഇല്ലേ, അത്രയേ ഉള്ളൂ. പിന്നെ GAക്കകത്ത് നിങ്ങൾ പഠിക്കാൻ പറഞ്ഞാൽ കറണ്ട് അഫേഴ്സ് അരച്ച് ഇറക്കി കുടിച്ച് പഠിക്കണം. അപ്പോൾ ഈ വർഷത്തെ എക്സാംസ് ഒന്നും മെയിൻ എക്സാം നടക്കാത്തത് കൊണ്ട് നമ്മുടെ RB അസിസ്റ്റൻറ്റിൻ്റെ അനാലിസിസ് നോക്കിക്കോണേ. മെയിൻസിൻ്റെ RB അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസിൻ്റെ അനാലിസിസ് നോക്കിക്കോളാം. ഓക്കെ, പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടൊരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ GAക്കകത്ത് ബാങ്കിങ്, എക്കണോമിക്, ഫിനാൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കുറവും, ബാക്കി ജനറൽ കറണ്ട് അഫേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടുതലും അങ്ങനെയായിരുന്നു. ഈ വർഷം ഈ IBPSൻ്റെ ഒരു എക്സാം നടന്നാൽ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് പരിപാടിയെന്ന്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻസിൻ്റെ സ്ട്രാറ്റജി. ഓക്കെ, ഒരു 140 അറൗണ്ട് മെയിൻസിന് സ്കോർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക പരിപാടികൾ. ഒരു 140 അത്രയും പറ്റിയില്ലെങ്കിലും ഒരു 120-ന് മേളിൽ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാൻ അങ്ങനെ ഒരു സ്കോർ ആക്ച്വലി പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സ്കോർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് വേണ്ട. എക്സാമിൻ്റെ ലെവലനുസരിച്ച് അറ്റൻഡ് ചെയ്തിട്ട് വരിക, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ വരുന്ന പോലെ. ഓക്കെ, പിന്നെ ഒരു എക്സാമല്ല, ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇനി അടുത്ത എക്സാമുകളെല്ലാം വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കിടിലമായിട്ട് പഠിച്ചിരിക്കുക. ഒന്നല്ലേ അടുത്ത എക്സാം ക്ലിയർ ചെയ്ത് ജോലിക്ക് വീഴുക ഈ വർഷം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ നമുക്ക് നോക്കാം.